അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലണം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ 1-ാം സ്ഥാനത്താണ് തെരുവുനായ ആക്രമണം. ഈ വർഷം ജനുവരി മുതൽ മേയ് വരെയുള്ള 5 മാസത്തിനിടെ 1,65,000 പേര് തെരുവുനാക്കളുടെ ആക്രമണത്തിന് വിധേയരായി. ഒരു മാസം 33,000-ത്തിലേറെ പേർക്ക് നായയുടെ കടിയേൽക്കുന്നു. സംസ്ഥാനത്ത് തെരുവുനായ അക്രമം അടിക്കടി കൂടി വരികയാണ്. പൊതുനിരത്തുകള്, ഗ്രാമീണ റോഡുകള്, ഇടവഴികള്, ബസ് സ്റ്റാൻഡ്, സ്കൂളുകള്, ആശുപത്രികള് തുടങ്ങി എല്ലായിടങ്ങളിലും തെരുവുനാക്കളുടെ വിഹാരമാണ്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ 1-ാം സ്ഥാനത്താണ് തെരുവുനായ ആക്രമണം. ഈ വർഷം ജനുവരി മുതൽ മേയ് വരെയുള്ള 5 മാസത്തിനിടെ 1,65,000 പേര് തെരുവുനാക്കളുടെ ആക്രമണത്തിന് വിധേയരായി. ഒരു മാസം 33,000-ത്തിലേറെ പേർക്ക് നായയുടെ കടിയേൽക്കുന്നു. ജനുവരി 30,634, ഫെബ്രുവരി 34,785, മാർച്ച് 35,085, ഏപ്രിൽ 30,740, മെയ് 33,892 എന്നിങ്ങനെയാണ് കടിയേറ്റവരുടെ മാസം. തിരിച്ചുള്ള കണക്ക് ചന്ദ്രക്കല കഴിഞ്ഞ വർഷം കടിയേറ്റത് 3.16 ലക്ഷം പേർക്കാണ്. 26 പേര് മരണപ്പെടുകയും ചെയ്തു. 2017 കടിയേറ്റവരുടെ എണ്ണം 1.35 ലക്ഷമായിരുന്നു. 8 വർഷം കൊണ്ട് 2.5 മടങ്ങാണ് വർദ്ധിച്ചത്. തെരുവുനായകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു. 2019 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം 2,89,986 ആയിരുന്നു തെരുവുനായകളുടെ എണ്ണമെങ്കിൽ ഇപ്പോൾ 4 ലക്ഷത്തിലേറെയായി. ഇതിനിടെ നിയമസഭയിലും മന്ത്രി എം.ബി. രാജേഷ് നൽകിയ വിവരമനുസരിച്ച് 2016 തൊട്ട് 2024 വരെയുള്ള 9 വർഷത്തിനിടെ കടിയേറ്റവരുടെ എണ്ണം 17.39 ലക്ഷവും മരണപ്പെട്ടവര് 124 പേരുമാണ്. 2016 5 പേര്, 2017 8, 2018 9, 2019 8, 2020 5, 2021 11, 2022 27, 2023 25, 2024 26 എന്നിങ്ങനെയാണ് ഓരോ വർഷവും മരണപ്പെട്ടവരുടെ എണ്ണം. ഓരോ വർഷവും തെരുവുനായ ആക്രമണത്തിന്റെയും കടിയേറ്റുള്ള മരണത്തിന്റെയും എണ്ണം വർദ്ധിച്ചു വരികയാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വാക്സിനേഷനാണ് നായയുടെ കടിയേറ്റാൽ പരിഹാരം. അതും ഫലപ്രദമല്ലാത്ത അവസ്ഥയാണ് നിലവില്. കൃത്യമായ വാക്സിനേഷന് നടത്തിയവർ തന്നെ പേയിളകി മരിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുകയായിരുന്നു പതിവ്. 1994 പഞ്ചായത്ത് ആക്ടും മുനിസിപ്പാലിറ്റി ആക്ടും പ്രകാരം മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന അക്രമാസക്തരായ തെരുവുനായകളെയും പന്നികളെയും കൊല്ലാന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരവുമുണ്ടായിരുന്നു. മൃഗസ്നേഹികൾ അതിനെതിരെ രംഗത്തുവരികയും തെരുവുനായകളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരും ജുഡീഷ്യറിയും വിലക്കേർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് നായകളുടെ എണ്ണവും അക്രമവും വൻതോതിൽ വർദ്ധിച്ചത്. നായകളെ വന്ധ്യംകരിക്കലും ABC ആനിമൽ ഷെൽട്ടർ നിർമ്മാണവുമാണ് പകരം നിർദ്ദേശിക്കപ്പെട്ട മാർഗങ്ങള്. എന്നാൽ കേന്ദ്ര ആനിമൽ വെൽഫെയർ ബോർഡ് ചട്ടം കർശനമാക്കിയതോടെ വന്ധ്യംകരണം പ്രതിസന്ധിയിലായി. 7 വർഷത്തെ എക്സ്പീരിയൻസുള്ള ഡോക്ടർ, എയർ കണ്ടീഷൻ ഓപ്പറേഷൻ തിയേറ്റർ, ജനറേറ്റർ, റെഫ്രിജറേറ്റർ, ഫ്രഷ് വാട്ടർ ടാങ്ക് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളുള്ള ABC സെന്ററുകളിലായിരിക്കണം തെരുവുനായകളെ വന്ധ്യംകരിക്കേണ്ടതെന്നാണ് പുതിയ കേന്ദ്രചട്ടം. തുടർന്ന് ഒരാഴ്ച ശുശ്രൂഷിച്ച് മുറിവുണക്കി അണുബാധ ഇല്ലെന്നുറപ്പാക്കി എവിടെ നിന്നാണോ നായയെ പിടിച്ചുകൊണ്ടുവന്നത് അവിടെ തന്നെ തുറന്നുവിടുകയും വേണം. മനുഷ്യ ശസ്ത്രക്രിയക്കോ ആശുപത്രികൾക്കോ ഇല്ലാത്ത കർശന വ്യവസ്ഥകളാണ് നായ്ക്കളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിരു കടന്ന മൃഗസ്നേഹം. ആനിമൽ വെൽഫെയർ ബോർഡ് നിർദ്ദേശിച്ച തരത്തിലുള്ള ഒരു ABC സെന്റർ സ്ഥാപിക്കണമെങ്കിൽ 2 കോടിയോളം രൂപ ചെലവ് വരും. നിലവിൽ സംസ്ഥാനത്തെ ആശുപത്രികൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പരിമിതികൾ നേരിടുന്ന സാഹചര്യമാണുള്ളത്. കേന്ദ്ര നിയമം ലഘൂകരിച്ചെങ്കിലും മാത്രമേ വന്ധ്യംകരണ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്രം സന്നദ്ധമാകുന്നില്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് സംസ്ഥാനം നിയമം കൊണ്ടുവരണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് മൃഗസംരക്ഷണം. ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിക്കാമെന്നാണ് നിയമവിദഗ്ധ പക്ഷം. നേരത്തെ ജല്ലിക്കെട്ടിന്റെ വിഷയത്തിൽ തമിഴ്നാട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ടുള്ള 2014 സുപ്രീം കോടതി വിധി മറികടക്കാൻ 2017 ജല്ലിക്കെട്ട് അനുവദനീയമാക്കി തമിഴ്നാട് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതും പിന്നീട് നിയമസഭ അംഗീകരിക്കുകയും ചെയ്തത്. മറ്റു ചില സംസ്ഥാനങ്ങളും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. നിയമം ലഘൂകരിച്ചാല് തന്നെ തദടിസ്ഥാനത്തിൽ വന്ധ്യംകരണം നടത്തി പരിഹരിക്കാവുന്നതാണോ തെരുവുനായ ശല്യം? നിലവിൽ 4 ലക്ഷത്തിലേറെ തെരുവുനാക്കളുണ്ടെന്നാണ് കണക്ക്. ഇവയുടെ വന്ധ്യംകരണ പ്രക്രിയ പൂർത്തീകരിക്കാൻ എത്ര വർഷമെടുക്കും? തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന 2-3 മാസങ്ങളിൽ ഏതാനും നാക്കളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണം നടത്തുന്നതോടെ അവസാനിക്കുന്നു നിലവിലെ വന്ധ്യംകരണ യജ്ഞം.
അടുത്ത വർഷം പിന്നെയും തടരും. എല്ലാ നായ്ക്കളെയും വന്ധ്യംകരണം നടത്തി വർഷം തോറും വാക്സിനേഷന് നൽകിയെങ്കിലും മാത്രമേ നായ മൂലമുണ്ടാകുന്ന പേബാധയ്ക്ക് പരിഹാരമാകുകയുള്ളൂ. ഇതിന് വർഷങ്ങളെടുക്കും. വന്ധ്യംകരണം തുടരുന്നതോടൊപ്പം പേപ്പട്ടികളെയും അക്രമസ്വഭാവമുള്ള നായകളെയും കൊല്ലുക കൂടിയാണ് പ്രായോഗിക മാർഗം. ഇക്കാര്യത്തിൽ അനുമതി ആവശ്യപ്പെട്ട് കോഴിക്കോട് നഗരസഭയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചതുമാണ്. കപട മൃഗസ്നേഹികൾ ഇതിനെതിരെ രംഗത്ത് വന്നെന്നിരിക്കും. എന്നാൽ പക്ഷിപ്പനി ബാധിച്ച കോഴികളെ വൻതോതിൽ കൊന്നൊടുക്കുന്നുണ്ട് രാജ്യത്ത്. അപകടകാരികളായ കാട്ടുപന്നികളെ കൊന്നൊടുക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. നായകളുടെ കാര്യത്തില് മാത്രം ഇതായിക്കൂടാ എന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്.